എനിക്ക് ആദ്യമായി പറയാനുള്ളത് നന്ദിയാണ്. കാരണം ഉപ്പ എൻ്റെ വീട്ടിലുള്ളപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ എത്ര സ്നേഹം ഉപ്പാക്ക് കാണിച്ചു എന്ന്. അന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഉപ്പക്ക് എന്തിനാണ് ഇത്രയും സ്നേഹം നിങ്ങളോടുള്ളതെന്ന്. പക്ഷെ ഉപ്പ പോയപ്പോഴാണ് ഉപ്പാനോട് നിങ്ങൾക്കുള്ള സ്നേഹം ഇവിടെ എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയത്. ഉപ്പാക്ക് വേണ്ടി ചെയ്ത ദുആയും ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിനും ആദ്യമായിട്ട് ഞാൻ നന്ദി പറയട്ടെ. ഉപ്പ എന്നെ കുറെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉപ്പ എനിക്ക് ആകെ തന്ന സ്വത്താണ് എൻ്റെ വിദ്യാഭ്യാസവും എനിക്കുള്ള സംസാരിക്കാനുള്ള കഴിവും. പിന്നെ എന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത്. അപ്പൊ ആ കൂട്ടത്തിൽ ഉപ്പ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്നും എന്റെ ചെവിയിൽ മുഴങ്ങുകയാണ്. ഒന്ന് ഉപ്പ എപ്പോഴും പറയും, അന്യായം കണ്ടാൽ അപ്പം അതിന് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. എന്താണ് ആ സമയത്ത് ഉചിതമായിട്ട് ചെയ്യാനുള്ളത് അത് ചെയ്യണം. എപ്പോഴും അത് പറയുമായിരുന്നു, പ്രവൃത്തിയിൽ കാണിക്കുമായിരുന്നു. പിന്നെ നമ്മൾ എന്ത് കാര്യം, ഒരു പ്രശ്നം ആര് പറഞ്ഞാലും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഉടനെ ചോദിക്കുന്ന ചോദ്യം, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? വാട്ട് ഡിഡ് യു ഡു ഫോർ ദിസ് പ്രോബ്ലം ദറ്റ് യു ഹാവ്? അതെന്നും ഞാൻ കേൾക്കുക ഉപ്പ എന്നോട് ചോദിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തു? കാരണം ഉപ്പ എനിക്ക് വിദ്യാഭ്യാസം തന്നു, സ്നേഹവും വിവരവും എല്ലാം തന്നു. എന്നിട്ട് എന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ കാണുകയാണ് ഒരു അന്യായം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ തോന്നുമായിരുന്നു. അതാണ് ഞാൻ തീരുമാനിച്ചത്, നമ്മൾ ആൾക്കാരെല്ലാരും കൂടി ഒരുമിച്ച് നിന്നാൽ. ഉപ്പ ഒരു സന്ദേശം തന്നിട്ടാ പോയത്. ആ സന്ദേശം എന്താന്ന് വെച്ചാല്, ഈ മെഡിക്കൽ സയൻസില് നാട്ടില് കുറെ വർഷങ്ങൾ, നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും കുറെ വർഷങ്ങൾ മുമ്പ് വിചാരിച്ചിരുന്നത് ഡോക്ടേഴ്സ് തീരുമാനിക്കും ഏതാണ് ചികിത്സ, ആ ചികിത്സ എന്തായാലും ഏറ്റുവാങ്ങുക എന്നുള്ളതായിരുന്നു. അത് പഴയ കാലം. ഇപ്പോഴത്തെ കാലത്ത് പേഷ്യൻസിനും വിദ്യാഭ്യാസം ഉണ്ട്, പേഷ്യൻസിനും ഇൻഫർമേഷൻ അവൈലബിൾ ആണ് പല സോഴ്സസിലും. അതുകൊണ്ട് എപ്പോഴും പേഷ്യൻസിന് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. പേഷ്യൻസിന് എല്ലാ കാര്യങ്ങളെ പറ്റിയും, പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനും രോഗത്തിനെ പറ്റി എല്ലാം അറിയേണ്ട അവകാശമുണ്ട്. ഈ അവകാശങ്ങളൊന്നും നാട്ടിലൊന്നും ഇങ്ങനെ ഉണ്ട് എന്നുള്ള വിവരം തന്നെ, അവയർനെസ് തന്നെ നാട്ടിൽ വളരെ കുറവാണ്. അപ്പൊ ഉപ്പ ഈ ഒരു കാര്യത്തിൽ അവയർനെസ് ഉണ്ടാക്കിയിട്ടാണ് പോയത് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് തോന്നിയത്. പല കുറെ നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റി. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും അതിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ കൊണ്ട്. എനിക്കിപ്പം ഒരു കാര്യം കൂടെ മാത്രമേ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞങ്ങളിപ്പം പല ചോദ്യങ്ങളും RML ഹോസ്പിറ്റലിനോട് ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ ഒരു മറുപടിയുമില്ല. അതിന്റെ മറുപടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവണം. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ, ഉദ്ദേശിക്കുന്ന അഗ്രസീവായിട്ടല്ല, സമാധാനപരമായിട്ട് തന്നെ, പക്ഷെ എല്ലാവരും ഒരുമിച്ചിട്ടൊരു ശബ്ദം ഉണ്ടാക്കിയാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൽ വന്ന പാകപ്പിഴകൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് മറ്റാർക്കും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് ഉപ്പാന്റെ സഹപ്രവർത്തകരെ. അവര് കാണിച്ച സ്നേഹത്തിന് അതിർവരമ്പില്ല. അന്നത്തെ ദിവസം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നമ്മളെ കൂടെ ഉപ്പാന്റെ കൂടെയുള്ള MP മാരുണ്ടായിരുന്നു. എല്ലാ MP മാരും കാണിച്ച സ്നേഹം, അതിൽ വളരെയധികം ഒരു തരം സമാധാനം ഉണ്ടാവും ആലോചിക്കുമ്പോൾ. കാരണം ഇത്രയും സ്നേഹമുള്ള ദുആ ഉപ്പാക്ക് കിട്ടുമ്പോൾ അതിന്റെ ഗുണം ഉപ്പാക്ക് ജന്നത്തുൽ ഫിർദൗസിൽ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഈ വേദിയിൽ തന്നെ എനിക്ക് ബഷീർ സാഹിബിന്റെ അടുത്തും വഹാബ് സാഹിബിന്റെ അടുത്തും നന്ദി പറയാൻ പറ്റിയ എനിക്ക് സന്തോഷമുണ്ട്. അസ്സലാമു അലൈക്കും. നിങ്ങൾ എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട്.
ഇത്രയും ആൾക്കാർ ദുആ ചെയ്യുമ്പോൾ ഉപ്പ ഒരു നല്ല സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളതെന്നുള്ള ഒരു സമാധാനവും കൂടി എനിക്കുണ്ട്. അസ്സലാമു അലൈക്കും.